ഹായ് ഹലോ, നമുക്ക് ഇന്ന് ഒരു വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു. ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, കറിയാപ്പട്ട, കുറച്ച് കുരുമുളക്, എല്ലാതും കൂടി ബ്രൗൺ കളറാവുന്നതോടെ വരെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. അത് ഏകദേശം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അതിനും പച്ചമണം മാറുന്നത്രയും നേരം വഴറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള, കൊച്ചുള്ളി എല്ലാം കൂടി അതിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് അതും വഴറ്റിയെടുക്കാവുന്നതാണ്. അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് സബോളയും കൊച്ചുള്ളി ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വഴന്നു വരുന്നതാണ്. അപ്പോൾ അത് ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുള്ളിൽ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം കൂട്ടുകളെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അത് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, അങ്ങനെ എരിവ് കുറച്ചിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്യുന്നതാണ്. ഞാൻ 2 തക്കാളി എടുത്തിട്ടുള്ളത്. അങ്ങനെ തക്കാളിയും ഇതെല്ലാം കൂടി വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഏകദേശം അത് നന്നായി വാടി വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി അത് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കണം. നന്നായിട്ട് ചിക്കനൊക്കെ ഇട്ടത് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. വേവിക്കാമെന്ന് പറയുമ്പോൾ അതെല്ലാം മുളകെല്ലാം കൂടി അതിലൊന്ന് പിടിച്ച് വരാനാണ്. അതിനുശേഷം നമ്മളവിടെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുകളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്കൊരു 2 കപ്പ് വെള്ളം, ചെറിയ കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും അത് മൂടി വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ്, ഒരു 5, 6, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചിക്കൻ റെഡിയാവുന്നതാണ്. നമ്മൾ ചിക്കൻ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ചിക്കൻ കറിയിൽ എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മൾ മല്ലിയില ഒരു ഭംഗിക്കായിട്ടിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഫ്ലേവറെല്ലാം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി വീണ്ടും നമുക്കത് മൂടി വയ്ക്കാം. അതിനുള്ളിൽ നമുക്ക് കുറച്ച് പപ്പായ തോരൻ ഉണ്ടാക്കിയാലോ. അതുപോലെ ഒരു മുറി പപ്പായ എടുത്ത് സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നാളികേരമൊക്കെ, ഉള്ളി, നാളികേരം എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്, ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് ഈ കൂട്ടുകളെല്ലാം അതിലേക്ക് ഇടണം. അതിൽ സബോള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് നാളികേരവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഈ തോരൻ വെള്ളമൊന്നുമില്ലാത്ത രീതിയിൽ വഴറ്റിയെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കാം. അത് എല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഉപ്പ് ഇട്ട് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും എനിക്ക് പരിചയമില്ല, അതുകൊണ്ട് കാണുന്നവർക്ക് എന്നോട് പരിഹാസമൊന്നും തോന്നരുത്. അങ്ങനെ നമ്മളത് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ ഒരു അടുപ്പിൽ, അതുപോലെ തന്നെ തോരൻ ഒരു അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ തോരൻ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നല്ല ആവിയിൽ വെന്താണ്. തുണ്ടുപോലും വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മൾ തോരൻ റെഡി ആയിരിക്കുകയാണ്. നല്ലോണം ഉലർന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ചോറാക്കാം. അതിന് കുറച്ച് ചോറെടുത്തു. കുറച്ച് ചോറ് എടുത്ത് അതിലേക്ക് കുറച്ച് ഇരുമ്പൻ പുളീൻ്റെ അച്ചാർ ഞാൻ ഇട്ടതാണ്. ഇരുമ്പൻ പുളീൻ്റെ അച്ചാർ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇരുമ്പൻ പുളീൻ്റെ അച്ചാർ, കുറച്ച് പപ്പായ തോരൻ, പിന്നെ നമ്മൾ മോര് കാച്ചിതിരിക്കണ്ടായിരുന്നു. അങ്ങനെ മോര് കാച്ചിയത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഒരു 2 കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് സൂപ്പറായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും വരിക. നമുക്ക്